ഓഫ്സെറ്റ് സ്ക്രൂ ഡ്രൈവർ. സാധാരണ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കാൻ പറ്റാത്ത ഇടങ്ങളിലാണ് ഇത്തരം സ്ക്രൂ ഡ്രൈവർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് കാരണം ഓഫ്സെറ്റ് സ്ക്രൂ ഡ്രൈവറിൻ്റെ ഹാൻഡിലിൻ്റെ നീളമാണ്. മാത്രമല്ല മറ്റുള്ളവയെ അപേക്ഷിച്ച് കൂടുതൽ ടേണിംഗ് ഫോഴ്സും നമുക്ക് കൊടുക്കാവുന്നതാണ്. ചിത്രത്തിൽ ഓഫ്സെറ്റ് സ്ക്രൂ ഡ്രൈവറും അത് വർക്ക് ചെയ്യുന്ന മെത്തേഡും വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇനി വേഗത്തിൽ വർക്ക് ചെയ്യേണ്ട അവസരങ്ങളിൽ നമുക്ക് റാച്ചറ്റ് ഓഫ്സെറ്റ് സ്ക്രൂ ഡ്രൈവറുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ടിപ്പ് റിന്യൂവബിൾ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ടിപ്പിൻ്റെ മുകളിലുള്ള ആ സ്ക്രൂ ഡ്രൈവറിൻ്റെ മാച്ചിങ് സ്ലോട്ടിലേക്ക് ഇറങ്ങേണ്ട ഭാഗം നമുക്ക് റിന്യൂവബിൾ ആക്കാം, അതായത് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ എന്നർത്ഥം. സ്പെസിഫിക്കേഷൻ: സ്ക്രൂ ഡ്രൈവർ തരംതിരിക്കുന്നത് ലെങ്ത് ഓഫ് ബ്ലേഡിൻ്റെയും വിഡ്ത്ത് ഓഫ് ടിപ്പിൻ്റെയും അടിസ്ഥാനത്തിലാണ്. സാധാരണയായി ബ്ലേഡ് ലെങ്ത് 45 മുതൽ 300 mm വരെയും വിഡ്ത്ത് ഓഫ് ബ്ലേഡ് 3 mm മുതൽ 10 mm വരെയുമാണ്. ചിത്രത്തിൽ ബ്ലേഡ് ലെങ്ത് സ്മോൾ ലെറ്റർ എ ആയും ബ്ലേഡിൻ്റെ വിഡ്ത്ത് സ്മോൾ ലെറ്റർ ബിയും ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സ്ക്രൂ ഡ്രൈവറിൻ്റെ ബ്ലേഡ് നിർമ്മിച്ചിരിക്കുന്നത് ഹാർഡൻഡും ടെമ്പേർഡുമായ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ അലോയ് സ്റ്റീൽ കൊണ്ടാണ്. സ്ക്രൂ ഡ്രൈവർ ഫോർ സ്പെഷ്യൽ പർപ്പസ്: ചെറുതും ദൃഢതയുള്ളതുമായ സ്ക്രൂ ഡ്രൈവറാണ് നമ്മൾ ലിമിറ്റഡ് പ്ലേസുകളിൽ ഉപയോഗിക്കുന്നത്. അതായത് സ്ഥലപരിമിതിയുള്ള ഇടങ്ങളിലാണ് ഇവ ഉപയോഗിക്കുന്നത് എന്നർത്ഥം. ചിത്രത്തിൽ കാണുന്നത് അത്തരം സ്ക്രൂ ഡ്രൈവറാണ്. സാധാരണ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കാൻ പറ്റാത്തിടങ്ങളിലാണ് നമ്മൾ സ്പെഷ്യൽ പർപ്പസുകൾ ഉപയോഗിക്കുന്നത്. ഇൻസുലേഷൻ കൊണ്ട് ബ്ലേഡ് ആവരണം ചെയ്തിരിക്കുന്ന ടൈപ്പാണ് മറ്റൊന്ന്. ഇത് സാധാരണയായി ഇലക്ട്രീഷ്യൻസാണ് ഉപയോഗിക്കുന്നത്. ചിത്രത്തിൽ കാണാൻ നമുക്ക് ഒരു ഇലക്ട്രീഷ്യൻസ് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ സ്ക്രൂ ഡ്രൈവർ. പ്രിക്കോഷൻസ്: ഒന്നാമത്തെ പോയിൻ്റ്, സ്ക്രൂ സ്ലോട്ടിലേക്ക് കറക്റ്റായി സ്ക്രൂ ഡ്രൈവർ ടിപ്പ് യൂസ് ചെയ്യണം. 2, കൈയും സ്ക്രൂ ഡ്രൈവർ ഹാൻഡിലും നനവില്ല എന്ന് ഉറപ്പുവരുത്തണം. 3, സ്ക്രൂ ഡ്രൈവറിൻ്റെ അക്ഷവും സ്ക്രൂവിൻ്റെ അക്ഷവും ഒരേ ദിശയിലായിരിക്കണം. ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുമ്പോൾ താഴോട്ട് കൂടുതൽ പ്രഷർ ഉപയോഗിക്കണം. അടുത്ത പോയിന്റ്, കൈ സ്ലിപ്പാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അപകടങ്ങൾ വരാതിരിക്കാൻ കൈ എപ്പോഴും ഒരു അകലത്തിൽ ശ്രദ്ധിക്കണം. അടുത്തത്, പൊട്ടിപ്പോയതോ കേടായതോ ആയ സ്ക്രൂ ഡ്രൈവറുകൾ ഉപയോഗിക്കാതിരിക്കുക. ഏതെങ്കിലും കാരണവശാൽ ഡാമേജ്ഡ് ആണ് കയ്യിലുള്ളതെങ്കിൽ ബ്ലേഡിനെ നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് ഉപയോഗിക്കാം. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ടിപ്പ് തിക്നെസ് സ്ക്രൂ സ്ലോട്ടിനെ ആനുപാതികമായിട്ട് ഗ്രൈൻഡ് ചെയ്യണം. ചെറിയ വർക്കുകൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വർക്ക് ഒരു ബെഞ്ചിലോ അല്ലെങ്കിൽ ബെഞ്ച് വൈസിലോ ഹോൾഡ് ചെയ്ത് ഉപയോഗിക്കേണ്ടതാണ്.